ആ ഇബ്ദാഇൻ്റെ ഇബാറത്തിൽ ലഅല്ലൽ ഖൽഖ എന്നായിരിക്കൂല, ലഅല്ലൽ ഖലഫ എന്നായിരിക്കും. ആദ്യം സലഫിനെ പറ്റി പറഞ്ഞല്ലോ. സലഫിൻ്റെ മുഖാബിലാകുന്ന ഖലഫാണ് പിൻഗാമികൾ. പിൻഗാമികൾ കണ്ടപ്പോൾ എന്നായിരിക്കും. അതൊന്ന് തീർച്ചയായി വായിച്ചോളണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحابه سيدنا ومولانا محمد. وكان يجب أن يزاد فيه من العبادة. وكان കാര്യമായി യജിബു അൻ യുസാദ ഫീഹി, റബീഉൽ അവ്വൽ മാസത്തിൽ ഏറ്റപ്പെടൽ നിർബന്ധമാകുന്നത് മിനൽ ഇബാദത്തി, ഇബാദത്ത് വൽ ഖൈരി, ഖൈറായ കാര്യങ്ങൾ, ശുക്റൻ ലിൽ മൗല, മൗലയായ റബ്ബ് തആലക്ക് നന്ദിയായിട്ട്, അലാ മാ ഉലാനാ ബിഹി, നമ്മൾക്കവൻ തന്നതിൻ്റെ മേലിൽ. എല്ലാം ഇനി പറയുന്നത് ഹാവിയാണ്. ഹാവി മദ്ഖലി പറഞ്ഞേനെ പറയുന്നു. കാന യജിബൂന്ന് മുതൽ അവൻ തന്ന വണ്ണമായ ലവീമത്തി, വണ്ണമായ ഈ നിഅമത്തിനാൽ അതിൻ്റെ മേലിൽ ശുക്റായിട്ട് ഇബാദത്തും ഖൈറും ജാസ്തിയാക്കേണ്ടതായിരുന്നു നമ്മൾ, നിർബന്ധമായിരുന്നു. പക്ഷേ ഇൻകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആണെങ്കിലും ലം യസിദ് ഫീഹി, റബീഉൽ അവ്വൽ മാസത്തിൽ ഏറ്റിയിട്ടില്ലെങ്കിലും അലാ ഗൈരിഹി മിന ശുഹൂരി, അതാ അല്ലാത്ത മാസത്തിനേക്കാൾ മറ്റുള്ള മാസത്തിൽ ചെയ്യാത്ത ഒരമലും റബീഉൽ അവ്വൽ ചെയ്തിട്ടില്ല. മറിഞ്ഞ തന്നെയല്ലേ. അങ്ങനെയാണെങ്കിലും ഒരു ഷയ്യിനെയും ഏറ്റിയിട്ടില്ലെങ്കിലും മിനൽ ഇബാദാത്തി, ഇബാദത്തുകളാൽ അത് ചെയ്തിട്ടില്ലെങ്കിലും ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയുന്നത്. അല്ലാഹു തആല ചെയ്ത നിഅമത്ത്, നബിത്തങ്ങളെ ഉണ്ടാക്കിയും കൊണ്ട് ചെയ്ത നിഅമത്ത് അത്ര വലിയ ഒരു നിഅമത്ത് തീരെയില്ലല്ലോ. അതുപോലെ നബിത്തങ്ങൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ ആ മുസീബത്തിനേക്കാൾ ഏറിയ ഒരു മുസീബത്തും ഇല്ല. ചിലർക്കങ്ങനൊരു ചോദ്യമുണ്ട്, മുസീബത്തിന് എന്താ ആചരിക്കാത്ത? മുസീബത്തിന് ആചരിക്കലില്ല ശറഇൽ, അത് മനസ്സിലാക്കണം. മുസീബത്തിനെ ശറഇൽ ആചരിക്കലില്ല, നിഅമത്തിനെ ആചരിക്കലുണ്ട്. നിഅമത്തിനിക്ക് ശുക്ർ ചെയ്യണം തന്നെ പ്രത്യേകം പറഞ്ഞ് കൽപ്പിച്ച കാര്യമാണ്. ശുക്റിൻ്റെ സുജൂദ്, ലാഹിറായ നിയമത്തൊരുത്തനിക്കുണ്ടായാൽ ശുക്റിൻ്റെ സുജൂദ് ചെയ്യണമെന്ന് ശറഇൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള മാസത്തിനേക്കാൾ ഈ മാസത്തിൽ നബിത്തങ്ങൾ ഒറ്റ ഇബാദത്തും ഏറ്റിയിട്ടില്ല. എന്തേത് ഒമാദാക്ക, ആ ഏറ്റാത്തത് ഇല്ലാ ലി റഹ്മതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലി ഉമ്മത്തിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനിക്ക് ചെയ്ത റഹ്മത്തിന് വേണ്ടി അല്ലാതെ അല്ല. ഏതെങ്കിലും ഞാൻ ഒരു ഇബാദത്ത് ഏറ്റിയിട്ട് എന്തെങ്കിലും കഷ്ടത അവർക്കെത്താൻ പാടില്ല. വലിഫ്തിഹി ബിഹിം, അവരെ കൊണ്ട് മയം ചെയ്തതിന് വേണ്ടിയല്ലാതെയും അല്ല. കാരണം എന്താ? അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം, നിശ്ചയം നബി തങ്ങളെ തങ്ങളായി യത്റുക്കുൽ അമല, ചില അമലുകളെ ഒഴിക്കുന്നവരായി, ഖശ്യത യുഫ്റദ അലാ ഉമ്മത്തിഹി, ഉമ്മത്തിൻ്റെ മേൽ ഫർദാക്കപ്പെടലിനെ പേടിച്ചതിന് വേണ്ടി.
റഹ്മതൻ മിൻഹു തങ്ങളെ വെക്കുന്നുള്ള റഹ്മത്താണ്. ലാകിൻ അഷാറ അലൈഹിസ്സലാം എങ്കിലും നബിത്തങ്ങൾ ഇഷാറത്ത് ചെയ്തിട്ടുണ്ട് ഇലാ ഫളീലത്തി ഹാദ ശഹരി ലഅീം ഈ വണ്ണമായ മാസത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടാണ്. ബിഖൗലിഹി തങ്ങൾ പറഞ്ഞതുകൊണ്ട് ലിസ്സായിലി ഒരു ചോദ്യകർത്താവിനോട് അല്ലദീ സഅലഹു തങ്ങളോട് ചോദിച്ച അൻ സൗമി യൗമിൽ ഇസ്നൈനി തിങ്കളാഴ്ചൻ്റെ ദിവസത്തിൻ്റെ നോമ്പിനെ പറ്റി. ദാക യൗമുൻ ഉലിത്തു ഫീഹി ദാക യൗമുൻ ഉലിത്തു ഫീഹി അതൊരു ദിവസമാണ്, ആ ദിവസത്തിൽ എന്നെ ജനിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് നോമ്പ് നോക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തശ്രീഫു ഹാദൽ യൗമി ഈ തിങ്കളാഴ്ച ദിവസത്തിന് ഷറഫാക്കൽ മുതളമ്മിനുൻ ലിതശ്രീഫി ഹാദ ശഹരി ഈ മാസത്തിനെ ഷറഫാക്കലിനെ ഉൾക്കൊള്ളിച്ചതാണ്. അല്ലതീ എങ്ങനത്തെ ഈ മാസം ഉലിദഫി ആ മാസത്തിൽ തങ്ങൾ ജനിക്കപ്പെട്ടല്ലോ, ആയതുകൊണ്ട് ഫയംബഗി ആവശ്യമാണ് അന്നഹ്തരിമഹു ഈ മാസത്തിനെ നമ്മൾ ബഹുമാനിക്കരുത്. ഹഖ്ഖൽ ഇഹ്തിറാമി ഇഹ്തിറാമിൻ്റെ ഹഖ് പ്രകാരം എങ്ങനെ ബഹുമാനിക്കണമോ അങ്ങനെ തന്നെ ബഹുമാനിക്കലും. ഒരു ഫദ്ലിലഹു ശ്രേഷ്ഠമാക്കലും ബിമാ ഫദ്ദലല്ലാഹു ബിഹി അല്ലാഹു തആല ശ്രേഷ്ഠമാക്കിയത് കൊണ്ട് അൽ അശ്ഹുറൽ ഫാദിലത ശ്രേഷ്ഠമായ മാസങ്ങളെ ദുൽഹിജ്ജ മാസം, മുഹറം മാസം, റമദാൻ മാസം പോലോത്ത ഫാദിലായ മാസത്തിനെ അള്ള ബഹുമാനിച്ചിനല്ലോ, അതുപോലോത്തത് കൊണ്ടെന്തെങ്കിലും ബഹുമാനിക്കണം. മാതാമിന്ന ഈ മൗലിദിനെ ഒരുമിച്ച് കൂടൽ അത് അതിൽപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഈ മാസം ആ മാസത്തിൽപ്പെട്ടതാണ്. ബിഖൗലിഹി അലൈഹിസ്സലാം നബി തങ്ങൾ പറഞ്ഞതിന് വേണ്ടി ആന സയ്യിദു ഉൽദി ആദമ വലാ ഫഖ്റ ഉണ്ടോ, ഞാൻ ആദം നബി അലൈഹിസ്സലാമിൻ്റെ സന്തതികളുടെ നേതാവാണ്. വലാ ഫഖ്റ ഇത് ഫഖ്റല്ല, ഇത് ഉള്ളതിനെ പറഞ്ഞത് അമ്മാ ബി നിഅ്മതി റബ്ബിക ഫഹദ്ദിസ് എന്നല്ലേ. ആദമു ഫമൻ ദൂനഹു തഹ്ത ലിവാഇ അത് മറ്റൊരു ഹദീസ്. ആദം നബി അലൈഹിസ്സലാമും അവരെ താഴെയുള്ളവരും എന്ന് പറഞ്ഞാൽ അവരെ ശേഷമുള്ള എല്ലാവരും അംബിയാ മുഴുവനും തഹ്ത ലിവാഇ എൻ്റെ കൊടിൻ്റെ താഴെയാണ്. ഫളീലത്തുൽ അംകിനതി വൽ അസ്ബിനതി സ്ഥലങ്ങളും സമയങ്ങളുടെയും ശ്രേഷ്ഠതയാകുന്നത് ബിമാ ഖസ്സഹ അല്ലാഹു ബിഹി അല്ലാഹു തആല ഖാസാക്കിയ ഒന്നുകൊണ്ടാണ്. ഇതിൽ ഇബാദാത്ത് ഇബാദത്തുകളാൽ അല്ലാഹു ഖാസാക്കിയ ഒന്നുകൊണ്ട് അല്ലതീ തുഫ്അലു ഫിഹ ആ സമയങ്ങളിൽ സ്ഥലങ്ങളിലും ചെയ്യപ്പെടുന്ന എന്തിനത് ലിമാ ഖദ് അലിമ അല്ലാഹു തആല ലിമാ ഖദ് ഉലിമ അറിയപ്പെട്ടതിന് വേണ്ടി അല്ലെങ്കിൽ അറിയപ്പെട്ട ഒന്നിന് വേണ്ടി അന്നൽ അംകിനത മഖാനുകൾ വൽ അസ്മിനത സമാനുകൾ ലാ തശ്റഫു ലിദാതിഹാ അതിൻ്റെ ദാത്തിന് വേണ്ടത് ഷറഫാവൂല. ഏത് സ്ഥലവും ഏത് സമയവും അതിൻ്റെ ദാത്തിന് വേണ്ടി തന്നെ എന്താവൂല, ഷറഫാവൂല. വഇന്നമാ യഹ്സുനു ലഹ സമാനുകൾക്കും മക്കാനുകൾക്കും ഹാസിലാകും അത്തശ്രീഫു ഷറഫാക്കൽ ബിമാ ഖുസ്സത്ത് ബിഹി ആ സ്ഥലം സമാന് ഇതിനെ ഖാസാക്കപ്പെട്ട ഒന്നുകൊണ്ട് മിനൽ മആനി മാനകളാൽ അതിലെന്തോ ഒരു മാനയുണ്ട്. മക്കത്തിലേക്ക് ഷറഫ് കിട്ടാൻ എന്തോ ഒരു മാനയുണ്ട്. ഉദാഹരണം പറയാം, റമദാനിലേക്ക് ഷറഫ് കിട്ടാൻ എന്തോ ഒരു കാരണമുണ്ട്. എല്ലാം അങ്ങനെ വന്നോ നീ നോക്ക് ഇലാ മാ ഖസ്സല്ലാഹു ബിഹി അല്ലാഹു ഖാസാക്കിയ ഒന്നുകൊള്ള നോക്ക്. ഹാദ ഷഹ്റ ഷരീഫ ഈ ഷറഫായ മാസത്തിന് വയൗമൽ ഇസ്നൈനി ഈ തിങ്കളാഴ്ച ദിവസത്തിനെയും
അലാ തറാ നീ കാണുന്നില്ലേ അന്ന സൗമ ഹാദൽ യൗമി ഈ ദിവസത്തിൻ്റെ നോമ്പ് ഫീഹി ആ നോമ്പിലുണ്ട് ഫളുൻ അളീം വണ്ണമായ ശ്രേഷ്ഠതയുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം നോമ്പ് നോക്കാൻ കൽപ്പിച്ചല്ലോ നബിത്തങ്ങളുടെ വിലാദത്തിൻ്റെ നാളാകുന്ന തിങ്കളാഴ്ച. അത് വല്ലാതെ വിഷയം തന്നെയാണ്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബരിത ഫീഹി നബിത്തങ്ങൾ ആ ദിവസത്തിൽ ജനിക്കപ്പെട്ടിരിക്കുന്നു. ഫഅലാ ഹാദാ യംബഗി ഇത് പ്രകാരം ആവശ്യമാണ് ഇദാ ദഖല ഹാദ ശഹ്റുൽ കരീം ഈ കരീമായ ആദരവായ ഈ മാസം ഇങ്ങോട്ട് കടന്നു വന്നാൽ അൻ യുക്റമ കണ്ടോ ആ മാസത്തിന് ആദരിക്കപ്പെടൽ, വയുഅല്ലമ ബഹുമാനിക്കപ്പെടൽ, വയുഹ്തറമ അതിനെ ഹുർമത്താക്കപ്പെടൽ ബഹുമാനിക്കപ്പെടൽ, അൽ ഇഹ്തിറാമൽ ലായിഖ ബിഹി ആ മാസത്തിനോട് അനുയോജിതമായ ബഹുമാനിക്കൽ ആവശ്യമാണ്. ഈ മാസം ഇത്തിബാഅൻ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നബിത്തങ്ങളോട് തുടർന്നതായിട്ട് ഫീ കൗനിഹി നബിത്തങ്ങൾ ആയതിൽ യഖുസ്സുൽ ഔഖാത്തൽ ഫാദിലത ശ്രേഷ്ഠമായ പല വഖത്തുകളെയും ഖാസാക്കുന്നവരായതിൽ ബിസിയാദത്തി ഫീലിൽ ബിർരി ബിറായ കാര്യത്തിനെ നല്ല കാര്യത്തിനെ ചെയ്യലിനെ ഏറ്റൽ കൊണ്ട് ഫീഹ ആ ഫാദിലായ വഖത്തുകളിൽ വകസറത്തിൽ ഖൈറാത്ത് ഖൈറാത്തിനെ പെരുപ്പിക്കലിനെയും ഏറ്റൽ കൊണ്ട് നബിത്തങ്ങൾ പിന്നെ ഈ മാസത്തിനെ പറഞ്ഞല്ലോ. അത് നബിത്തങ്ങളെ പ്രസവിക്കപ്പെട്ടത് കൊണ്ട് നബിത്തങ്ങളോടുള്ള പറയുന്നുണ്ട്. ഇവിടെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. കുറേ മദ്ഖലും ഹാവീലിൽ ഫതാവി എന്ന കിതാബ് കിട്ടുന്നെങ്കിൽ നോക്കിക്കോളൂ, അതിലുണ്ട്. അലാ തറ നീ കാണുന്നില്ലേ ഇലാ ഖൗലി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാൻ്റെ ഒരു വാക്ക് കൊണ്ട് നോക്കുന്നില്ലേ നീ? നേരെ നോക്ക്, തിരിയും. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങളായി അജ്വദന്നാസി ജനങ്ങളിൽ ഏറ്റവും ധർമ്മിഷ്ഠരായി ബിൽ ഖൈരി ഖൈറ് കൊണ്ട് എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് നല്ലോണം ധർമ്മം ചെയ്യും. വകാന അജ്വദു മാ യകൂനു ഫീ റമദാന വകാന അജ്വദു മാ യകൂനു തങ്ങളുടെ ഉണ്ടാവലുകളിൽ നിന്ന് ഏറ്റവും ധർമ്മം ചെയ്യുന്ന ഉണ്ടാവലായി ഫി റമദാന റമദാനിലായി. അതായത് റമദാൻ നല്ല മാസമായതുകൊണ്ട് നല്ല നാളായതുകൊണ്ട് ഫനം തഹിലു തഅ്ലീമൽ ഔഖാത്ത് ഫാദിലത്ത് ശ്രേഷ്ഠമായ വക്തുകളെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇംതിസാല് നമ്മൾ വഴിപ്പെടണം. ഇമം തഹലഹു അല ഖദ്രിസ്തിതാഅതിന നബിക്കളും ഞങ്ങളെ ഇംതിസാല് ചെയ്ത ഒന്നുകൊണ്ട് നമ്മൾ ഇംതിസാല് ചെയ്യണം. അതുകൊണ്ട് നമ്മളും ബഹുമാനിക്കണം. എങ്ങനെ? അല ഖദ്രിസ്തിതാഅതിന നമ്മളുടെ കഴിവിൻ്റെ ഖദറ്. അപ്പാടെ ചോദ്യം വന്നാലോ ഫഇൻ ഖാല ഖായിൽ ഒരു ചോദ്യകർത്താവ് ചോദിച്ചാൽ അദിൽതസമ അലൈഹി സ്വലാത്തു വസ്സലാം നബിത്തങ്ങൾ ഇൽത്തിസാമ് ചെയ്തിട്ടുണ്ട്, നിർബന്ധമാക്കിയിട്ടുണ്ട് ഫിൽ ഔഖാത്തിൽ ഫാദിലത്തി ചില ശ്രേഷ്ഠമായ വക്തുകളിൽ ഈ റമദാൻ മാസത്തിൽ നോമ്പോക്കല്ല ഫർദാക്കിയിട്ടുണ്ട്. അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം മൽതസമഹു നിർബന്ധമാക്കിയ ഒന്നിനെ മിമ്മാ ഖദ് ഉലിമ അറിയപ്പെട്ട ഒന്നിനാൽ പല അമലുകളെയും വെള്ളിയാഴ്ച നിന്ന് ജുമാ നിസ്കാരം ഫർദാക്കിയിട്ടുണ്ട്. അതേ സമയത്ത് വലം യൽതസിം ഫി ഹാദ ഷഹരി ഈ മാസത്തിൽ നിർബന്ധമാക്കിയിട്ടില്ല. മൽതസമഹു ഫി ഗൈരിഹി ഈ മാസം അല്ലാത്തതിൽ നിർബന്ധമാക്കിയ ഒന്നിനെ എന്നൊരുത്തൻ ചോദിച്ചാൽ ഫൽ ജവാബ് അവിടെ മറുപടി അന്ന ദാലിക അത്
മിൻ ആദതിഹിൽ കരീമത്തി, നബിത്തങ്ങളുടെ കരീമായ പതിവിൽപ്പെട്ടതാണ്. അന്നഹു യുരീദു തഖ്ഫീഫ, തഖ്ഫീഫിനെ ഉദ്ദേശിക്കൽ. നബിത്തങ്ങൾ എത്ര കഴിയും അത്ര കണ്ട് തഖ്ഫീഫാക്കും, ലഘുവാക്കും. അന്നുമ്മത്തിഹി, ഉമ്മത്തിനെ തൊട്ട്. സിയ്യമാ ഫീമാ കാന യഖുസ്സുഹു, തങ്ങളെ പ്രത്യേകമാക്കുന്ന ഒന്നിൽ പ്രത്യേകിച്ചു. തങ്ങളെ പ്രത്യേകമാക്കുന്ന ഒന്നിൽ പ്രത്യേകിച്ചു തങ്ങൾ തഖ്ഫീഫാക്കും, ലഘുവാക്കും. അലാ തറാ, നീ കണ്ടിട്ടില്ലേ, നീ കാണുന്നില്ലേ? ഇലാ അന്നഹു അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹറമൽ മദീനത്ത, മദീനത്തിനെ തങ്ങൾ ഹറമാക്കിയില്ലേ. മിസ്ല മാ ഹറമ ഇബ്രാഹിമു അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹറാമാക്കിയതുപോലെ, മക്കത്തിനെ ഹറാമാക്കിയതുപോലെ. മക്കത്തിനെ ഹറാമാക്കിയത് ഇബ്രാഹിം നബിയാണ്. അതേപോലെ നബി തങ്ങൾ മദീനത്തിനെയും ആക്കിയില്ലേ. പക്ഷേ മഅസാലിക, അതോടുകൂടെ ലം യശ്റഉ, നബി തങ്ങൾ ശറഅക്കില്ല ഫി ഖത്ലി സൈദിഹി, മദീനത്തെ വേട്ടമൃഗത്തിനെ കൊന്നതിൽ, വലാ ഷജരിഹി, അതിൻ്റെ മരത്തിനെയും കൊന്നതിൽ, അതിൻ്റെ മരത്തിനെയും നശിപ്പിച്ചതിൽ, അൽ ജസാ, അതിനക്ക് പ്രതികാരത്തിന് ശറഅക്കില്ല. മക്കത്തെ മരത്തിനൊക്കെ അതിനക്ക് പ്രതികാരമുണ്ട്, ജസാ ഉണ്ട്. ഖുർആനിൽ തറ പറഞ്ഞിട്ട് നബിത്തങ്ങളിനെ ഹറമാക്കി. ഞാൻ ഈ മദീനത്തിന് രണ്ട് ലാഭത്തിൻ്റെ ഇടയിൽ ഹറമാക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹറമാക്കിയതുപോലെ എന്നൊക്കെ പറഞ്ഞു. അതേ സമയത്ത് എനിക്ക് ജസാഇനെ ശറഅക്കില്ല. എന്ത്? തഖ്ഫീഫൻ അലാ ഉമ്മത്തി, അത് നബിത്തങ്ങൾ സ്വന്തം അതിൻ്റെ അനുവാദമുണ്ടാകും എങ്കിലും സ്വന്തമാണല്ലോ ചെയ്തത്. അത് ഉമ്മത്തിൻ്റെ മേലിൽ ലഘുവാക്കാൻ വേണ്ടി. വറഹ്മതൻ ബിഹിം, അവരെ കൊണ്ട് കൃപ ചെയ്തതിന് വേണ്ടിയും. ഫകാന, തങ്ങളായി, യൻളുറു, നോക്കുന്നവരായി, ഇലാ മാ ഹുവ മിൻ ജിഹതിഹി, തങ്ങളെ ജിഹത്തിൽപ്പെട്ട ഒന്നുകൊള്ളെ, വൈൻകാന ഫാദിനൻ, ആ തങ്ങളെ ജിഹത്ത് നോക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. മദീനത്തെ മരത്തിനെ മുറിച്ചതിന് ജസാ ഇല്ലാണ്ടാക്കിയത് അത് തങ്ങളുടെ ജിഹത്തിലേക്ക് നോക്കിയിട്ടാണ്. വൈൻകാന ഫാദിലൻ ഫീ നഫ്സി, അത് അതിൻ്റെ നഫ്സിൽ ഫാദിലാണെങ്കിലും ശരി, ഫയതുറുക്കു, കണ്ടോ, അപ്പം അതിനെ വയ്ക്കും. ഈ തഖ്ഫീഫി അൻ, അവരെ തൊട്ട് തഖ്ഫീഫാക്കാൻ പറ്റും. ഫഅല ഹാദ, ഇത് പ്രകാരമാണ് തഅ്ളീമു ഹാദ ശഹ്രി ശരീഫ്, ഈ ഷരീഫായ മാസത്തിനെ തഅ്ളീമാക്കുക എന്നുള്ളത് ഈ ജിഹത്തിൽപ്പെട്ടതാണ്. അത് തഖ്ഫീഫിന് വേണ്ടി തങ്ങൾ എന്താക്കിയില്ല, നിങ്ങൾ ഈ മാസത്തിൽ അത് ചെയ്യണം, ഇത് ചെയ്യണം, എന്നെ തൊട്ട് തആം കൊടുക്കണം, എന്നെ തൊട്ട് മറ്റും അതെല്ലാം ചെയ്യണമെന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ല. നമ്മളത് ചെയ്താൽ നല്ല ഹസനത്തായ വിജയത്താകും. വിജയത്തായിക്കോട്ടെ. ഈ മാസത്തിൻ്റെ തഅ്ളീം ഇതിൻ്റെ മേലിൽ ഇന്നമാ യകൂനു ബിസിയാദത്തിൽ അഅ്മാലി, അമലുകൾ ഏറ്റൽ കൊണ്ടാകും. മുത്തലഖ് സുന്നത്തുകൾ കുറേ നിസ്കരിക്കാം, വേണമെങ്കിൽ കുറേ നോമ്പ് നോക്കാം. അസ്സാക്കിയാത്തി, സാക്കിയായ അമലുകൾ, നല്ല സാക്കിയായ അമലുകൾ, വളർന്ന അമലുകൾ, നല്ല ഉയർന്ന അമലുകൾ എന്ന് വെച്ചോ ഈ ഫീഹി മാസത്തിൽ. വസദഖാത്തി, സദഖകളെ ഏറ്റലുകൊണ്ട്. ഇലാ ഗൈരി ദാലിക, അതല്ലാതെ കൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞാൽ നല്ല 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 കാര്യങ്ങൾ എന്തെല്ലാം കഴിയും അതൊക്കെ ചെയ്തോ. മിനൽ ഖുർബാത്തി, ഖുർബത്തുകളാൽ. ഞാൻ പറഞ്ഞല്ലോ, ഖുർബത്ത്, ത്വാഅത്ത്, ഇബാദത്ത് മൂന്നുണ്ട്. അത് വ്യത്യാസപ്പെടുത്തിയിട്ട് മൂന്നിനെ മൂന്നാക്കിയിട്ട് പറയേണ്ടതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പറഞ്ഞു. ഇലാഖിരിഹി, ഇത് അൽ മദ്ഖലു ലിബ്നിൽ ഹജ്ജ്, ഇബ്നു ഹജ്ജ് തങ്ങളുടെ മദ്ഖല് എന്ന കിതാബിലുള്ളതാണ്. എന്ന് കുറച്ചേ എടുത്തിട്ടുള്ളൂ, അതിൽ വളരെ നീണ്ടിട്ടുണ്ട്. അത് നമ്മളെടുത്തത് അൽ ഹാവി. ഇപ്പോൾ മദ്ഖല് കിട്ടിയില്ല, ഇപ്പം മദ്ഖല് കിട്ടിയിട്ടുണ്ട്. അൽ ഹാവി ലിൽ ഫതാവി, സുയൂത്തി ഇമാമിൻ്റെ അൽ
ഹാവീലിൽ ഫത്താവി അബ്ദുറഹ്മാൻ സുയൂത്തി റളിയല്ലാഹു അൻഹു. സുയൂത്തി മാനെ പ്രത്യേക ആരോടും പറഞ്ഞിട്ട് പഠിപ്പിക്കേണ്ടിയില്ലല്ലോ. വലിയ ആ കിതാബിൻ്റെ പേജ് മുട്ടിനി 257, 58 പേജുകൾ, ഒന്നാം വാല്യം. അതങ്ങനെ വന്ന് കുറേ ഹാവിൻ്റെതും മദ്ഖലിൻ്റെതും ഇങ്ങനെ എടുത്തിട്ട് എഴുതിയിട്ട് ഒന്ന് ക്രോഡീകരിച്ചിട്ട് ഇങ്ങനെ വന്ന് നമ്മൾക്കൊന്ന് ചെറുങ്ങനെ മനസ്സിലാക്കാൻ. റബീഉൽ അവ്വൽ മാസത്തിരി ആ മദ്ഖലിലെ മറ്റേ ഹാവിയലിനെ പറയുന്നത്, എന്തു നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ റബീഉൽ അവ്വൽ മാസം തങ്ങൾ ജനിച്ച മാസമാണ് എന്ന് വിചാരിച്ചും കൊണ്ട് ഹറാമായ ചില കാര്യങ്ങളെ നീ പിന്നെ ചെയ്യുന്ന ഹറാമുകളല്ല ഒഴിവാക്കി, കറാഹത്തുകളെയും ഒഴിവാക്കി. മറ്റ മാസത്തിലും ഹറാമുകളെ ഒഴിവാക്കണം, കറാഹത്തുകളെ ഒഴിവാക്കണമെങ്കിലും പ്രത്യേകിച്ചു ഈ മാസത്തിൽ റമദാനിൽ നമ്മൾ ചെയ്യുന്നില്ലേ, അതുപോലെ ചീത്ത കാര്യത്തിലെ തൊട്ട് ഒന്ന് ഒഴിഞ്ഞിട്ടെങ്ങും നിൽക്ക് എന്ന് മദ്ഖലും ഹാവിലൊക്കെ പറയുന്നുണ്ട്. നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. റബീഉൽ അവ്വൽ വരുമ്പോൾ ചീത്തനെ തൊട്ട് ഓടി നിൽക്കാനുള്ള ഒരു ഒരുക്കം വരുന്നു. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ.